നമസ്കാരം സുഹൃത്തുക്കളെ, ടെക്പൊടിക്കലിന്റെ പുതിയ ലേഖനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കിടുക്കൻ 5 ആപ്ലിക്കേഷനുകളാണ്. അപ്പോൾ എന്നത്തെയും പോലെ പ്രത്യേകതയുള്ള 5 ഈ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ 5 ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. നമ്പർ 1 ഡീൽസ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. അതായത് നമ്മളുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഓൺലൈൻ സ്റ്റോറുകളിൽ ഓഫറുകളിലൊക്കെ കൊടുക്കുന്ന സാധനങ്ങളുടെ ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ ഷോർട്ട് ടൈമിലേക്കൊക്കെ നടക്കുന്ന സെയിൽസുകളിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രോഡക്റ്റ്സിൽ കയറി നിങ്ങൾ ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ കയറി ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ചാനലിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് ഫയൽ ചെഫ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട ഇമേജസ്, GF, ബുക്ക് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ട പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ലഭിക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു സെർച്ചിങ് എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു എപ്പിസോഡാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് എപ്പിസോഡിന്റെ ഫയൽ തന്നെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തിട്ട് വീഡിയോസിൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രത്യേക എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ഭാഗത്തേക്ക് തന്നെ എൻ്റെ ആ ഒരു ഫയൽ ആദ്യം കാണുന്ന സെർച്ച് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഡയറക്റ്റ് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് എനിക്ക് ആ ഒരു ലിങ്കിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മളുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് ഗ്ലിച്ച് വീഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പം ഇതൊരു വീഡിയോ എഡിറ്റർ എന്നൊക്കെ പറയാം. അതായത് ഗ്ലിച്ച് എഫക്റ്റ്, ഫിൽറ്ററുകൾ അതൊക്കെ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണിത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യത്തെ പേജിൽ തന്നെ നിങ്ങൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ട്രിം ചെയ്യാം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ നിങ്ങളുടെ റേഷ്യോ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നെക്സ്റ്റ് പേജിൽ ഗ്ലിച്ച് എഫക്ട്സ് കൊടുക്കാനായിട്ടായിരിക്കും. ഗ്ലിച്ച് എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ഗ്ലിച്ചിൽ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, എഫക്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അതിനുശേഷം ഫിൽറ്ററുകളുണ്ട്, അതിനുശേഷം നിങ്ങൾക്ക് മ്യൂസിക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഗ്ലിച്ച് എഫക്റ്റ് എന്ന് പറയുന്ന അപ്പോൾ ഗ്ലിച്ച് വീഡിയോ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാട്ടർമാർക്ക് ഗ്ലിച്ച് വീഡിയോ എന്ന് പറയുന്ന വാട്ടർമാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലുടനീളം കാണാൻ സാധിക്കും. അത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീമിയം വേർഷൻ ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രീമിയം ഗ്ലിച്ച് എഫക്ട്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ബൈ ചെയ്യണം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ. എന്നിരുന്നാൽ പോലും ഫ്രീ ആയിട്ടുള്ള വേർഷൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമ്മളുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് വീഡിയോ വാൾപേപ്പർ എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഒരു വീഡിയോ നമ്മളുടെ ഫോണിൽ വാൾപേപ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടെ ആക്കാനായിട്ട് സാധിക്കും. വളരെ നമ്മുടെ ഫോണിന്റെ ലുക്ക് തന്നെ ഒരു വീഡിയോ വാൾപേപ്പർ ആകുമ്പോഴത്തേന് ഫോണിന്റെ ലുക്ക് തന്നെ നമ്മളുടെ മാറിപ്പോകും. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ വാൾപേപ്പർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി ഡ്രെയിൻ ആകാനായിട്ടുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഒരു വീഡിയോ ഒക്കെ ഒരു വാൾപേപ്പർ ആയിട്ട് നമ്മൾ കാണുമ്പോഴത്തേന് വേറെ ഒരു എഫക്റ്റ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് വീഡിയോ വാൾപേപ്പർ ആക്കാൻ സഹായിക്കുന്ന കിടു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് സ്ക്രീൻ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പേര് പോലെ തന്നെ ഇത് സ്ക്രീനിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്യുക ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതിന് ശേഷം ട്രാൻസ്ലേറ്റ് ഓൺ അതർ ആപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ അമർത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു റൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ റൗണ്ട്
നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ടെക്സ്റ്റിന്റെ അവിടെ കൊണ്ട് ഒന്ന് ടാപ്പ് ചെയ്യുക. റൗണ്ട് വെച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യുക. അതിന് ശേഷം ഡ്രാഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. വളരെ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് മലയാളമല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ടു ഇംഗ്ലീഷ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടെ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും പ്രയോജനപ്പെടും. ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത അവസാനത്തെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. ഫോൺ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മളുടെ ലിസ്റ്റിലെ അവസാനത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വാൾപേപ്പർ, പല വെറൈറ്റി കാറ്റഗറിയിലുള്ള വാൾപേപ്പർ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി അതാത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലായിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, സെറ്റ് ആഡ് വീഡിയോ എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ കുറേ കുറേ ഇതുപോലത്തെ വാൾപേപ്പറുകൾ തരുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന മാതിരി ഒരു വാൾപേപ്പറുകൾ ഇവിടെ അവർ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വളരെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ ഫോണ് ലുക്ക് തന്നെ ഒരു ആപ്ലിക്കേഷന് മാറ്റാനായിട്ട് സാധിക്കും, ഒരു വാൾപേപ്പറിന്. അപ്പോൾ ഇന്നത്തെ ഈ 5 ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോകൾ എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാകുകയുള്ളൂ. അപ്പോൾ ഒട്ടും മടിക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. ഇനിയും ഞാൻ ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ബൈ. താങ്ക് യു.